അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 30. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തും ആ തങ്ങളുടെ മഹബത്തും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 30 ക്ലാസ്സുകളിലായി ഒരൽപ്പാൽപ്പം നമുക്ക് വിശദീകരിക്കാൻ സാധിച്ചു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി വര്യനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സ്വഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ബദർ യുദ്ധത്തിലേക്ക് ഹാജരായിട്ടില്ലെങ്കിലും ബദറിലേക്ക് പോകുന്ന സമയത്ത് മദീനയിലെ ഒരു ഗവർണറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമിച്ചതാണ് നബി തങ്ങൾക്ക് പകരമായി. അതുകൊണ്ട് അദ്ദേഹത്തെ ബദരീങ്ങളിൽ എണ്ണപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബനു ഖുറൈള ഗോത്രക്കാരുമായി വലിയൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ള സ്നേഹമല്ല. കാരണം ബനു ഖുറൈള ഗോത്രക്കാരുടെ അവർ താമസിക്കുന്ന ഏരിയത്തിൽ അബൂ ലുബാബ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരും അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളും അവിടെ ഉണ്ടായിരുന്നു. അതിനെ ആരും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു മേൽനോട്ടത്തിന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബനു ഖുറൈളയുമായി വലിയൊരു അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ഖുറൈളയുമായി സംസാരിക്കുന്ന സമയത്ത് ബനു ഖുറൈള പറഞ്ഞു, നമ്മോട് സംസാരിക്കാനും നമുക്ക് നേതൃത്വം നൽകാനും അബൂ ലുബാബനെ അയക്കണോ എന്ന് പറഞ്ഞു. കാരണം അബൂ ലുബാബനെ എന്തെങ്കിലും പറഞ്ഞ് വശീകരിക്കാം, അല്ലെങ്കിൽ സ്വത്തിനെയും കുടുംബത്തിനെയും കാണിച്ച് പേടിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ബനു ഖുറൈള അങ്ങനെ ചെയ്തത്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ലുബാബയെ അയച്ചു. അങ്ങനെ അബൂ ലുബാബ ബനു ഖുറൈളയുമായി സംസാരിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒപ്പന്തം നടത്തേണ്ടതാ അല്ലെങ്കിൽ നബി തങ്ങളോട് എതിർക്കേണ്ടതാ എന്നിങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു, ചെറിയൊരു ഒരു തെറ്റ് അദ്ദേഹത്തിന് സംഭവിച്ചു പോയി. അദ്ദേഹം ഒരു സൂചന ഇങ്ങനെ കാണിച്ചു കൊടുത്തു, കൗത്തിലേക്ക് ഇങ്ങനെ അറുക്കുക എന്നുള്ള, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുക എന്നുള്ള ഒരു രൂപത്തിലുള്ള ഒരു സൂചന വാക്ക് ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി. പക്ഷേ പെട്ടെന്ന് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഞാൻ ഇത് ചെയ്തത് വലിയ ചതിയാണ്, എൻ്റെ ഹബീബിനോട് ഞാൻ ചെയ്ത വലിയ ചതിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പൊറുക്കാത്ത ദോഷമല്ലേ ഞാൻ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിപ്പിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അയച്ചതെങ്കിലും ഞാൻ അതിനോട് നേരെ എതിർ പറഞ്ഞപ്പോൾ ഞാൻ വലിയ ചതിയനായിപ്പോയല്ലോ എന്ന് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഖേദിച്ചു. എന്നിട്ട് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ചെയ്തതെന്നറിയുമോ? മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരത്തെ മദീനത്തെ പള്ളിയുടെ തൂണിലേക്ക് കെട്ടിയിട്ടു. സുബ്ഹാനല്ലാഹ്, വല്ലാഹി വല്ലാഹി ലാ അദൂഖു തുആമൻ വലാ ശറാബൻ ഹത്താ അമൂത ഔ യതൂബ അല്ലാഹു അലയ്യ. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല, ഒന്നിരിക്കലോ ഇതേ നൃത്തത്തിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച് എന്നെ അറിയിക്കണം എന്ന് മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആ പ്രതിജ്ഞയോടുകൂടി തൻ്റെ ശരീരത്തെ പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ടു. സുബ്ഹാനല്ലാഹ്, 7 ദിവസക്കാലം മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരത്തെ കെട്ടിയിട്ടു. 7 ദിവസക്കാലം ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അതാ പള്ളിയിൽ കെട്ടിയിട്ടു. 6 രാത്രി. സുബ്ഹാനല്ലാഹ്, വഖദ അഖാമ മർബൂതൻ 6 ലയാൽ, 6 രാത്രി അങ്ങനെ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പള്ളിയിൽ തന്നെ കെട്ടിയിടപ്പെട്ട നിലക്ക് നിന്നു. ഭക്ഷണം കഴിച്ചില്ല, തിന്നില്ല, കുടിച്ചില്ല, ഒന്നും തിന്നില്ല. അവസാനം മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബോധം കെട്ടുകയാണ് അടുത്തായി. അങ്ങനെ ബോധം കെട്ടു. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ടു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ തൗബയെ സ്വീകരിച്ചു. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തൗബയെ സ്വീകരിച്ചു. അങ്ങനെ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യയും അതുപോലെ ഉമ്മയും മക്കളും വന്ന് അബൂ ലുബാബയോട് പറഞ്ഞു, നിങ്ങളുടെ തൗബ
അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കെട്ടയക്കാൻ വേണ്ടി പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നേയില്ല. ഒരിക്കലും എൻ്റെ ശരീരത്തിലെ കെട്ട് നിങ്ങൾ തൊട്ടുകൂടാ, ഞാൻ ഒന്നിരിക്കലോ മരിക്കണം, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാകപ്പെട്ട കൈ കൊണ്ട് തന്നെ എന്നെ കെട്ടയക്കണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു അവിടെ ശപഥം ചെയ്തു. അങ്ങനെ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പള്ളിയിലേക്ക് സുബഹി നിസ്കാരത്തേക്ക് വരുന്ന സമയത്ത് നബി തങ്ങളോട് ആരോ പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് അങ്ങനെയാണോ എന്ന് വിചാരിച്ച് മഹാനായ സയ്യിദുനാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പോയി അതാ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ കെട്ടയച്ചു. മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഈ കെട്ടയച്ച ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ നബിയേ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, ഞാൻ തങ്ങൾക്കെതിരായി സംസാരിച്ചു പോയി. ചെറിയൊരു സംസാരിച്ചതല്ല, ചെറിയൊരു കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു പോയതാണ് തങ്ങൾക്കെതിരെ. അതുകൊണ്ട് ഓ നബിയേ, എൻ്റെ ആ ബനൂ ഖുറൈളയുടെ ഏരിയത്തിൽ അവിടെയാണല്ലോ ഞാൻ തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ആ ഏരിയത്തിൽ എൻ്റെ എത്ര സമ്പത്തുണ്ട് അത് മുഴുവനും ഞാനതാ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാൻ സമർപ്പിച്ചു, ഞാൻ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൻ്റെ ഒരു നയാ പൈസ എനിക്ക് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിൻ്റെ റഹ്മത്തായി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, 1/3 തന്നാൽ മതി, ബാക്കിയെല്ലാം നിനക്കിരിക്കട്ടെ, നിൻ്റെ കുടുംബത്തിന് ജീവിതത്തിനും നിൻ്റെ കുടുംബജീവിതത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് അത് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ഇതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ തങ്ങളുടെ ആ ഹബീബിൻ്റെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ മഹബ്ബത്തുള്ള ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.